കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 17. നമ്മൾ ശ്ലോകം 31 ചെയ്ത് ഇന്നലെ നിർത്തി. അപ്പോൾ 31 എന്താണ് ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ബ്രഹ്മചാരിക്ക് ബ്രഹ്മലോകത്തിലോ മഹർലോകത്തിലോ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയണവരെ അവിടെ ഇരുന്ന് ബ്രഹ്മലോകത്തിലിരുന്ന് വേദത്തിൻ്റെ സ്ഥലമാണല്ലോ അവിടെ. അത് കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോൾ മോക്ഷം കിട്ടും. അങ്ങനെയാണ് നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അതായത് പിന്നെ ക്രമമുക്തി അങ്ങനെയാണ്. ബാക്കി ലോകങ്ങളിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് പിന്നെ പതുക്കെ മുക്തി കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്രമമുക്തി ബ്രഹ്മലോകത്തിലൊക്കെ ചെന്ന് മഹർലോകത്തിലൊക്കെ ചെന്ന് കുറച്ച് ഇരുന്നിട്ട് പിന്നെ മുക്തി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ബ്രഹ്മചാരികൾ ആ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞാലും നൈഷ്ഠിക ബ്രഹ്മചാരിയായി തന്നെ മുഴുവൻ ജീവിതവും നയിച്ച് ഗുരുവിൽ സമർപ്പിച്ച് അങ്ങനെ തൻ്റെ എല്ലാം ഗുരുവിനായി സമർപ്പിക്കണം. അങ്ങനെ ആയാലേ നമുക്ക് ഈ ബ്രഹ്മലോക ഒക്കെ വേദങ്ങളുടെ സ്വരൂപം എടുത്ത ബ്രഹ്മലോകത്തിലൊക്കെ എത്താൻ സാധിക്കുള്ളൂ. ഈ ബ്രഹ്മചാരിക്ക് ജീവിതം മുഴുവൻ ബ്രഹ്മചാരി അനുഷ്ഠിച്ച് അതിനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി പറയുക. നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഗുരുവിൽ എല്ലാം സമർപ്പണം ചെയ്ത് ജീവിതം കഴിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 32 വായിക്കാം. സ്ത്രീണാം അഗ്നൗ ഗുരാവാത്മനി ച സർവഭൂതേഷു മാം പരം അപൃഥഗ്ധീരുപാസീത ബ്രഹ്മവർച്ചസ്വകൽമഷഃ അകൽമഷഃ എന്നാണ് കേട്ടോ. അപ്പോൾ 32 അപ്രഥഗ്ധീഹി ഭേദബുദ്ധി ഇല്ലാതെ, അപ്രഥക് ചേണ്ട ഭേദഭാവനയില്ലാത്ത ബുദ്ധിയോടുകൂടി ബ്രഹ്മവർച്ചസ്വി വേദാധ്യായം കൊണ്ടുണ്ടായ ആ തേജസ്, വേദം അഭ്യസിക്കുമ്പോൾ തേജസ് അത്ര ശക്തിയുള്ളതല്ലേ. അപ്പോൾ വേദാധ്യയനം കൊണ്ടുണ്ടായിട്ടുള്ള തേജസ്സോടു കൂടിയവനായി, ഭേദഭാവനയില്ലാത്തവനായി, അകൽമഷ പാപമില്ലാത്തവനായി, അഗ്നൗ അഗ്നിയിലും, ഗുരുവിലും, ആത്മനി അവനവനിലും, സർവഭൂതേഷു ച സകല ജീവജാലങ്ങളിലും പരം മാം ഉപാസിത എന്നെ തന്നെ, പരമാത്മാവായ എന്നെ തന്നെ ഉപാസിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. എന്താണ് ഇങ്ങനത്തെ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി വേദാധ്യയനം കൊണ്ടുണ്ടായിട്ടുള്ള അതീവ തേജസ് ഉണ്ടാവും ആ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക്. കാരണം ജീവിതം മുഴുവൻ വേദാധ്യയനം ചെയ്യല്ലേ. അങ്ങനത്തെ തേജസ്സോടു കൂടിയവനും പരിശുദ്ധനും ആയിട്ടുള്ള ആ ബ്രഹ്മചാരി അഗ്നിയിലും ഗുരുവിലും അവനവനിൽ തന്നെയും മാത്രമല്ല സർവ ജീവജാലങ്ങളിലും പരമാത്മാവായ എന്നെ ഭേദഭാവന ഇല്ലാതെ കണ്ട് ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് കണ്ടിട്ട് പിന്നെ ഉപാസിക്കണം. അത് സാധിക്കുകയും ചെയ്യും. ജീവിതം മുഴുവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഇരുന്നാലേ അത്ര പരിശുദ്ധാവും എന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധനാവും, വേദാധ്യയനത്തിന് തേജസ്സുണ്ട്. ആ ആള് ഈ പറഞ്ഞ ബ്രഹ്മലോകത്തിലും മഹർലോകത്തിലൊക്കെ പിന്നെ അതായത് വേദം തന്നെ സ്വരൂപം എടുത്തിട്ടുള്ള ബ്രഹ്മലോകത്തിൽ അവിടെയൊക്കെ പോകണമെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഗുരുവിലും അവനവനിലും സർവ്വജീവജാലങ്ങളിലും പരമാത്മാവായ എന്നെ കണ്ട് ഉപാസിക്കണം. അതവർക്ക് സാധിക്കും. അഗ്നൗ ഗുരവോത്മനി ച സർവഭൂതേഷു മാം പരം അപൃഥഗ്ധി, അതാണ് അപൃഥഗ്ധി ചെണ്ട ഭേദഭാവന ഇല്ലാത്ത ബുദ്ധി. അപൃഥഗ്ധീരുപാസീത ബ്രഹ്മവർച്ചസ്വ അകൽമഷഃ, അകൽമഷൻ പരിശുദ്ധൻ, കൽമഷമില്ലാത്തവനായിട്ട്. സ്ത്രീണാം നിരീക്ഷണ സ്പർശ സംലാപക്ഷേളനാദികം പ്രാണിനോ മിഥുനീഭൂതാൻ അഗൃഹസ്ഥോഗ്രതസ്ത്യജേതു, ഒക്കെ ത്യജിക്കണം. എന്താണ് അഗൃഹസ്ഥ? ഗൃഹസ്ഥൻ അല്ലാത്തവൻ വെച്ചാൽ ബ്രഹ്മചാരിയാണെങ്കിലും വാനപ്രസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിലും ഒക്കെ അത് ആപ്ലിക്കബിളാണ്. ഗൃഹസ്ഥനൊഴിച്ച് ഗൃഹസ്ഥനല്ലാത്ത 3 ആശ്രമം ഏതാ? ഗൃഹസ്ഥാശ്രമം അല്ലാത്ത 3 ആശ്രമം എന്താ? ഒന്ന് ബ്രഹ്മചര്യം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ അങ്ങനെയുള്ള ആ 3 ആശ്രമത്തിലുള്ളവരും സ്ത്രീകളെ നിരീക്ഷണ സ്പർശ സംലാപ
ക്ഷേളനാധികം, അതായത് സ്ത്രീകളെ നോക്കുകയും അവരെ തൊടുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അതൊന്നും പാടില്ല, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുകയും പാടില്ല. അതാണ് ക്ഷേളനം അല്ലേ, സംലാപ ക്ഷേളനാധികം, ഒന്നും പാടില്ല എന്ന്. അതായത് നിരീക്ഷണം, അവരെ നോക്കരുത്, സ്പർശം തൊടരുത്, അവരായിട്ട് സംസാരിച്ച് നിൽക്കരുത്, അവരെ പരിഹസിക്കരുത്. ആര്? 3 ആശ്രമത്തിലുള്ളവരും. മിഥുനീഭൂതാൻ, അതുപോലെ തന്നെ പിന്നെ മൈഥുനം ചെയ്യുന്ന പ്രാണികളെ കണ്ടാലേ, ചിലപ്പോൾ പാമ്പിനെയൊക്കെ നമ്മൾ കാണുമല്ലോ, അവരുടെ മിഥുനി ആ കാലത്ത് ഇണചേരണത് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ മൃഗങ്ങളെ ഇണചേരുന്നത് കാണാനിടയായാൽ പ്രാണികളെയും അഗ്രതഹ ത്യജേത്, അത് നോക്കി നിൽക്കാതെ അവിടുന്ന് ത്യജിക്കണം, അവിടുന്ന് പോകണമെന്ന്, അവരെയും ത്യജിക്കണമെന്ന്. അതായത് പ്രാണികളെ ഇണചേരുന്നത് കണ്ടാലും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാവും അത് പറയണത്. എന്താ പറയണത് വെച്ചാൽ, ഗൃഹസ്ഥന്മാരല്ലാത്ത ബാക്കി 3 ആശ്രമത്തിലുള്ളവരും, അതായത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരും വാനപ്രസ്ഥത്തിലുള്ളവരും സന്യാസത്തിലുള്ളവരും സ്ത്രീകളെ കാണുകയോ തൊടുകയോ സംസാരിക്കുകയോ അവരെ പരിഹസിക്കുകയൊന്നും ചെയ്യരുത്. അതിന് പുറമേ ബാക്കി ജീവജാലങ്ങളെ ഇണചേരണത് കണ്ടാലും അവിടുന്ന് മാറി നിൽക്കണം, അവരെയും ത്യജിക്കണം എന്ന്. മീൻസ് അവിടുന്ന് അതും നോക്കി നിൽക്കൊന്നും ചെയ്യരുത്. സ്ത്രീണാം നിരീക്ഷണ സ്പർശ സംലാപക്ഷേളനാധികം പ്രാണിനാം മിഥുനീഭൂതാൻ അഗൃഹസ്ഥോഗ്രതസ്ത്യജേത്. അപ്പോൾ ആ പ്രാണികളുടെ അടുത്ത് നിന്ന് മാറിപ്പോണം എന്നർത്ഥം. മറ്റുള്ളവരൊക്കെ ഉപേക്ഷിക്കണം, ത്യജേത്ന്ന്. ഇനി എല്ലാ ആശ്രമങ്ങൾക്കും ഒരുപോലെ ആവശ്യമായിട്ടുള്ള നൈഷ്ഠിക ധർമ്മങ്ങളാണ് ഇനി പറയാൻ പോണത്. 34 35. ശൗചമാചമനം സ്നാനം സന്ധ്യോപാസനമാർജവം തീർത്ഥസേവ അഭക്ഷ്യാസംഭാക്ഷ്യ വർജനം സർവാശ്രമപ്രയുക്തോയം നിയമ കുലനന്ദന മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായ സംയമ. 34 35 പറയണത് ബാക്കി എല്ലാ ആശ്രമങ്ങളിലുള്ളവരും, അതായത് 4 ആശ്രമങ്ങളിലുള്ള എല്ലാ സാധാരണ മനുഷ്യന്മാരും അനുഷ്ഠിക്കേണ്ട നൈഷ്ഠിക കർമ്മങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് ലോകത്തിലത്തെ ഒരു നിയമം തന്നെ. എന്തൊക്കെയാണ്? ഹേ കുലനന്ദന വിളിക്കുകയാണ് ഉദ്ധവനെ. ശൗചം, അതായത് വൃത്തി, ക്ലെൻലിനെസ്. ആചമനം ചെയ്യുക, കുൽക്കുഴിയുക, കൈയ്യഴുകയൊക്കെ ചെയ്യുക, അത്. സ്നാനം, കുളിക്കുക. സന്ധ്യോപാസനം, 2 സന്ധ്യയ്ക്കും ഈശ്വരനെ ഉപാസിക്കുക. ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, കളങ്കമില്ലായ്മ. തീർത്ഥസേവാ ജപ, പുണ്യതീർത്ഥങ്ങളൊക്കെ പോവുക, പിന്നെ ജപിക്കുക, ഗായത്രിയോ എന്തെങ്കിലും നാമങ്ങൾ. അസ്പൃശ്യ, അതായത് തൊടാൻ പാടില്ലാത്ത, ഭക്ഷ്യ, തൊടാൻ പാടില്ലാത്തവരെയും ഉണ്ണാൻ അർഹതയില്ലാത്തവരെയും സംഭാഷണത്തിന് അനർഹരെയും ഉപേക്ഷിക്കുക. അതായത് ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കരുത്. പിന്നെ നമുക്ക് അത്ര നല്ലതായിട്ട് സംസാരിക്കാത്തവരെ, അതായത് നമുക്ക് സംഘം നന്നല്ല, അവരുടെ ഒന്ന് മാറിപ്പോണം. പിന്നെയോ നമ്മുടെ നമ്മൾ കഴിക്കാത്ത ഭക്ഷണം അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോണം. അങ്ങനെയൊക്കെ നമ്മളോട് ചേരാത്തവരോടൊന്നും, നമുക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നണവരെന്നൊക്കെ മാറി നിൽക്കണം. സർവഭൂതേഷു മദ്ഭാവം, എല്ലാ ജീവജാലങ്ങളിലും എന്നെ കണ്ട് ധ്യാനിക്കുക. മനോവാക്കായ സംയമ, മനസ്സിനെയും വാക്കിനെയും ശരീരത്തിനെയൊക്കെ നല്ലോണം നിയന്ത്രിക്കുക. അയം നിയമ, ഇതാ എന്ന നിയമം സർവാശ്രമ പ്രയുക്ത, ഇതൊക്കെ എല്ലാ ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർക്കും ആവശ്യമാണ്, സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും. എന്തൊക്കെ? അതായത് ദേഹശുദ്ധിയും മനഃശുദ്ധിയും, കുളി, സന്ധ്യാവന്ദനം, അതായത് ആർജവം എന്ന് പറഞ്ഞുവല്ലോ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, കളങ്കമില്ലായ്മ എന്നർത്ഥം. പിന്നെ തീർത്ഥങ്ങളൊക്കെ ഇപ്പോൾ ഗംഗയിലോ അങ്ങനത്തെ യമുനയിലോ അല്ലെങ്കിൽ വലിയ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോവുക, ജപിക്കുക. പിന്നെ തൊടാനോ ഭക്ഷിക്കാനോ വർത്തമാനം ചെയ്യാനോ അരുതാത്തവയൊക്കെ നമ്മൾ ത്യജിക്കണം. ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത കഴിക്കരുത്. നമുക്ക് കൂടെ നടക്കാൻ പറ്റാത്തവരുടെ കൂടെ നടക്കരുത്. പിന്നെ അങ്ങനെയുള്ള ഒക്കെ നോക്കണം. തൊടാൻ
അറയ്ക്കോ അല്ലെങ്കിൽ ചണ്ടിയാണോ അങ്ങനെയുള്ളവരെ തൊടരുത്. അതുമാത്രമല്ല, അതിന് പുറമേ ഇതൊക്കെ വേണം. അതിന് പുറമേ അവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കണം എന്ന്, അതായത് ചീത്ത ആൾക്കാരിൽ നിന്ന് അകന്ന് നിൽക്കണം, സജ്ജനങ്ങളുടെ കൂടെ പാടുള്ളൂ എന്നാണ് അർത്ഥം. അതുമാത്രമല്ല, എല്ലാവരിലും സർവ്വജീവജാലങ്ങളിലും ഭഗവത് ചൈതന്യം ഉണ്ടെന്ന് നല്ലോണം മനസ്സുകൊണ്ട് ധ്യാനിക്കണം. എപ്പോഴും അത് മനസ്സിൽ വേണം. പിന്നെയോ മനസ്സ്, വാക്ക്, ശരീരം ഇതിനെയൊക്കെ നല്ലോണം നിയന്ത്രിക്കണം. ഇതൊക്കെ ഏത് ആശ്രമത്തിലുള്ള ആൾക്കാർക്കും ആവശ്യമാണ്. സാധാരണ സജ്ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്, അല്ലേ? ദേഹശുദ്ധിയും ആചമനവും സ്നാനവും സന്ധ്യാവന്ദനവും കളങ്കമില്ലായ്മയും പുണ്യതീർത്ഥങ്ങളെ സന്ദർശിക്കലും ജപിക്കലും അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കലും ദുർജനങ്ങളുടെ കൂടെ സംസർഗമില്ലാതിരിക്കലും ഒക്കെ ആവശ്യമാണ്. പിന്നെ മനസ്സും വാക്കും ശരീരമൊക്കെ എപ്പോഴും നിയന്ത്രിക്കണം. തോന്നിയതുപോലെ ഒന്നും പാടില്ല. മാത്രമല്ല, എല്ലാവരിലും ഭഗവത് സാന്നിധ്യം കണ്ട് ഉപാസിക്കും വേണം എന്നാണ് പറഞ്ഞത്. ശൗചമാചം നമുക്കൊക്കെ ഉള്ളൊരു ശരിക്കും നമുക്കുള്ള ഉപദേശം തന്നെയാണ്. ഇതൊക്കെ വേണം എന്തായാലും. നമ്മൾ ഒരു ആശ്രമത്തിലും അതൊന്ന് ആശ്രമധർമ്മം വേറൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് വേണം. ശൗചമാചമനം സ്നാനം സന്ധ്യോപാസനമാർജവം തീർത്ഥസേവാ ജപോസ്പൃശ്യ അഭക്ഷ്യാസംഭാഷ്യവർജനം സർവാശ്രമപ്രയുക്തോയം. എല്ലാ ആശ്രമങ്ങളിലും ഇത് ബാധകമാണ്. നിയമ കുലനന്ദന മദ്ഭാവ സർവഭൂതേഷു വാക്കായ സംയമ, അല്ലേ? എല്ലാറ്റിലും എൻ്റെ സാന്നിധ്യം കാണുക, മനസ്സും വാക്കും ശരീരം അടക്കുക, അതൊക്കെ എല്ലാവർക്കും ആവശ്യമാണല്ലോ. ഇനി 36 വായിക്കാം. പിന്നെ അതായത് ഒട്ടും സകാമമായിട്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യാത്തവൻ അല്ലെങ്കിൽ നിഷ്കാമമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് എന്തായാലും മുക്തി കിട്ടുമെന്ന് പറയാൻ കേട്ടോ. ഏവം ബൃഹത് വ്രതധരോ ബ്രാഹ്മണോഗ്നിരിവജ്വലൻ മദ്ഭക്തസ്തീവ്രതപസ ദഗ്ധകർമാശയോമലഃ. ഏവം ബ്രഹ്മവ്രതധര, ഇങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന സാധകൻ, ബ്രാഹ്മണ, അതേപോലെ തന്നെ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി വേദാധ്യയനം ചെയ്യുന്നവൻ, അഗ്നിഹി ഇവാജ്വലൻ, അഗ്നി പോലെ ജ്വലിക്കും. അത്ര പരിശുദ്ധാവും അവർ, എത്ര തേജസ്വിയായിത്തീരും. തീവ്ര വ്രത തപസ, ഇങ്ങനത്തെ തീവ്രമായ വ്രതം കൊണ്ടും തപസ്സുകൊണ്ടും ദഗ്ധ കർമാശയ, എന്താ ചെയ്യണം? ദഹിക്കപ്പെട്ട കർമ്മവാസനകളാൽ അമല പരിശുദ്ധനായിട്ട് മദ്ഭക്ത, എന്നിൽ ഭക്തിയുള്ളവനായിത്തീരുന്നു. ഉപകുർവാണ എന്താണതിൽ അതെ അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് അങ്ങനെ പിന്നെ എന്നിൽ തന്നെ ഭക്തിയുള്ളവനായിത്തീരും. അതായത് ശരിക്കും ഇപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ, അപ്പോൾ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കണ ഈ ബ്രാഹ്മണൻ തീവ്രമായിട്ടുള്ള തപസ്സുകൊണ്ടും പിന്നെ ഈ വേദാധ്യയനം കൊണ്ടും എല്ലാം മനസ്സിനെയും വാക്കിനെയും ഇന്ദ്രിയങ്ങളൊക്കെ അടക്കിയത് കൊണ്ടും ഒക്കെ അഗ്നി പോലെ ജ്വലിക്കുന്നവനായിട്ട്, മാത്രമല്ല ഈ തീവ്ര തപസ് കാരണം അന്ധക്കരണവും വാസനകളും ഒക്കെ ഈ ജ്ഞാനാഗ്നിയിലെ നശിച്ചിട്ട് ദഹിച്ചിട്ട് അതിപരിശുദ്ധനായിട്ടുള്ള എൻ്റെ ഭക്തൻ തന്നെ ആയിത്തീരുന്ന ഇങ്ങനത്തെ നൈഷ്ഠിക ബ്രഹ്മചാരി. അതായത് ജീവിതം മുഴുവൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് ഗുരുവിൻ്റെ കൂടെ പറഞ്ഞില്ലേ വേദാധ്യയനം നടത്തിയിട്ട്, അപ്പം അങ്ങനെയുള്ള ആ തീവ്രമായിട്ടുള്ള തപസ്സുകൊണ്ട് അഗ്നി പോലെ ജ്വലിക്കുന്ന ആ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ആ ബ്രഹ്മചാരി, മാത്രമല്ല എല്ലാ പൂർവ്വജന്മ കർമ്മവാസനകളും പാപങ്ങളും എല്ലാം ഈ ജ്ഞാനാഗ്നിയിൽ നശിച്ചിട്ട് ആ ഒരു സാധകൻ അല്ലെങ്കിൽ ആ ദ്വിജൻ എൻ്റെ ഉത്തമ ഭക്തനായിത്തീരുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഏവം ബൃഹത് വ്രതധരോ ബ്രാഹ്മണോഗ്നിരിവ ജ്വലൻ മദ്ഭക്തസ്തീവ്രതപസ ദഗ്ധകർമാശയോമലഃ, പരിശുദ്ധനായിത്തീരും. ഇനി 37. ഇനി എന്താ പറഞ്ഞ വെച്ചാൽ, അഥാനന്തരമാവേക്ഷ്യൻ യഥാ ജിജ്ഞാസ്തി
ജിജ്ഞാസിതാഗമഃ ഗുരവേ ദക്ഷിണാം ദത്വാ സ്തയോദ് ഗുരുവനുമോദിതഃ. എന്താണ് ഇനി അത് കഴിഞ്ഞാൽ എന്താണെന്നറിയാം? യഥാജിജ്ഞാസിതാഗമഃ, അതായത് വിധിപ്രകാരം ഇങ്ങനെ പിന്നെ യഥാജിജ്ഞാസിതാഗമ എന്നാണല്ലോ, അതെ അല്ലേ? യഥാജിജ്ഞാസിതാഗമ, ജിജ്ഞാസി, ഇപ്പം ഇവിടെ ജ്ഞാനം ലഭിച്ച ആളർത്ഥം. യഥാജിജ്ഞാസിതാഗമ, വിധിപ്രകാരം ഇങ്ങനെ വേദാധ്യയനമൊക്കെ ചെയ്ത ഈ ബ്രഹ്മചാരി അതിനുശേഷം അനന്തരം രണ്ടാമത്തേതായ ഗൃഹസ്ഥാശ്രമത്തിൽ, അതായത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ജീവിതം മുഴുവൻ കഴിയാത്ത, തീർച്ചയാക്കുകയാണ് ഞാൻ ജീവിതം മുഴുവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് കഴിയണില്ല, അങ്ങനെ തീർച്ചയാക്കിയിട്ട് അതിനുശേഷം, അതായത് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഇനി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ ആപേക്ഷ്യൻ പ്രവേശിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ, നേരെ മുമ്പ് പറഞ്ഞുവല്ലോ, ബ്രഹ്മലോകവും മഹർലോകത്തിലൊക്കെ എത്തി പിന്നെ ക്രമമുക്തിയാണ് മോഹം ചാൽ മുമ്പ് പറഞ്ഞത് അല്ലേ, ജീവിതം മുഴുവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. പക്ഷേ അങ്ങനെയില്ല, ചിലർക്കുണ്ട് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിൽ ആപേക്ഷ്യൻ ഗുരവേ ദക്ഷിണാം ദത്വ, എന്നാൽ പഠിപ്പ് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ നൽകിയിട്ട് ഗർവനുമോദിത, ഗുരുവിനാൽ അനുമോദിക്കപ്പെട്ടവനായിട്ട്, അതായത് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടും കൂടി സന്തോഷിപ്പിച്ചിട്ട്, ഗുരുവിൻ്റെ അനുഗ്രഹവും ആശീർവാദത്തോടും കൂടി, അതാണ് ഗുരു അനുമോദിത പറഞ്ഞ്, സ്നായാത് സമാവർത്തനം ചെയ്യണം. അത് കഴിഞ്ഞ് സമാവർത്തനം, എന്നാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. മറ്റൊരു ജീവിതം മുഴുവൻ ബ്രഹ്മചാരിയായിരിക്കുമല്ലേ. അപ്പോൾ ചിലർക്ക് അങ്ങനെയാവില്ല, ബ്രഹ്മചര്യമൊക്കെ വേണ്ട പോലെ വേദാധ്യയനം ചെയ്യും, എനിക്ക് ഗൃഹസ്ഥാശ്രമം വേണം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ അതിനുശേഷം രണ്ടാമത്തെ ആശ്രമമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാനാണ് ആഗ്രഹം ഈ ബ്രഹ്മചാരി എന്ന് വെച്ചാൽ എന്ത് വേണം? അതായത് യഥാവിധി വേദാർത്ഥ വിചാരമൊക്കെ ചെയ്ത് വേണ്ട പോലെ ഗുരുവിന് ദക്ഷിണ നൽകിയിട്ട് ഗുരുവിൻ്റെ ആശംസയോടും അനുഗ്രഹത്തോടും ആജ്ഞയോടും കൂടി സമാവർത്തനം എന്ന ഉപനയനം കഴിഞ്ഞാൽ സമാവർത്തനമാണ്. അപ്പോൾ സമാവർത്തനം എന്ന ക്രിയ കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാം എന്നാണ് പറയുന്നത്. അഥാനന്തരമാവേക്ഷൻ യഥാ ജിജ്ഞാസിതാഗമ ഗുരവേ ദക്ഷിണം ദത്വാ സ്നായാത് ഗുരു അനുമോദിത. നമ്മൾ സമാവർത്തനത്തിനാണ് ഈ കൊളോക്കിയലായിട്ട് ചമാർത്ഥം എന്ന് പറയണതേ. നമ്പൂതിരിമാരൊക്കെ ഉപനയനത്തിന് ഓന്യം എന്നും സമാവർത്തനത്തിന് ചമാർത്ഥം എന്നൊക്കെ പറയും നമ്മൾ ഈ കൊളോക്കിയലായിട്ട്. അപ്പോൾ ശരിക്കതാണ് സമാവർത്തനം, അതായത് ആ ബ്രഹ്മചര്യം അവസാനിപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ പഠിപ്പിച്ച ഗുരുവിനോട് ദക്ഷിണയൊക്കെ കൊടുത്ത് വളരെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോട് കൂടി സമാവർത്തനം ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. ഇനി 38. ഗൃഹം വനം ചോപവിഷേദ് പ്രവ്രജേദ്വാ ദ്വിജോത്തമഃ ആശ്രമാദാശ്രമം ഗച്ഛേന്നാന്യഥാ മത്പരശ്ചരേത്. ഗൃഹം, അതായത് ഗൃഹസ്ഥാശ്രമം എങ്ങനെയാച്ചാൽ 38 അല്ലേ? അതെ, അതെ. ഗൃഹസ്ഥാശ്രമത്തിനെയോ വനം അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിനെയോ ഉപവിശേത് പ്രവേശിക്കണം. അതായത് ചിലർക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ട, പക്ഷേ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അതായത് വാനപ്രസ്ഥത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ, വാനപ്രസ്ഥം സന്യാസം അങ്ങനെ ഓരോ ആശ്രമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് ഗൃഹസ്ഥാശ്രമത്തിന്, അതായത് ഈ സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിനെയോ വാനപ്രസ്ഥാശ്രമത്തിനെയോ വനം ഉപവിശേത് പ്രവേശിക്കണം. ദ്വിജോത്തമഃ ചിത്തശുദ്ധി സിദ്ധിച്ച ബ്രാഹ്മണനാണെങ്കിൽ പ്രവ്രജേത് സന്യാസാശ്രമത്തും സ്വീകരിക്കാം. എന്ത് വേണമെങ്കിൽ ആവാം. അതായത് ഈ ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് സമാവർത്തനം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം മതി എന്ന് വിചാരിച്ച് അത് സ്വീകരിക്കാം. വിവാഹം കഴിച്ച് കുട്ടികളായിട്ട് വളരെ സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കാം. അല്ല വെച്ചാൽ വാനപ്രസ്ഥത്തിന് പോവാം. എനിക്ക് അങ്ങനെ വേണം, കാട്ടിൽ പോയി കുറച്ച് തപസ് ചെയ്യണം, അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാവാം. അല്ല അതിനും അധികം പുരോഗമിച്ച ആളാണെങ്കിൽ നേരെ സന്യാസാശ്രമത്തിലേക്കും പോവാം, വിരോധമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ പറയണത് കേട്ടോ. അതായത്
ഗൃഹസ്ഥ അതായത് പിന്നെ ഭോഗം ആഗ്രഹിക്കണമെങ്കിൽ ആൾ ഗൃഹസ്ഥാശ്രമത്തിൽ പോകണം. അല്ല അന്ധക്കരണ ശുദ്ധിയാണ് ഒരാൾക്ക് ആഗ്രഹം വെച്ചാൽ വാനപ്രസ്ഥത്തിലേക്ക് പോവാം. അതായത് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കുറച്ചു കാലം ജീവിക്കണമെന്ന് മോഹമുള്ള ഗൃഹസ്ഥാശ്രമം. നല്ല മനഃശുദ്ധി ആണ് ആഗ്രഹം വെച്ചാൽ വാനപ്രസ്ഥം. പിന്നെയോ പിന്നെ എന്താ വെച്ചാൽ വേണമെങ്കിൽ പിന്നെ നല്ല ശുദ്ധി വന്ന ഒരു ബ്രാഹ്മണനാണെന്ന് വെച്ചാൽ സന്യാസാശ്രമത്തിലേക്ക് തന്നെ വേണമെങ്കിൽ പിന്നെ പോവാം. മത്പരശ്ചര്യെന്ന് പറയണ്ട. അതായത് എൻ്റെ ആജ്ഞയെ അതായത് ശിരസ വഹിക്കാൻ എല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കാൻ തന്നെ ആവണം അത്. അല്ലാതെ പിന്നെ ഗൃഹസ്ഥാശ്രമയെ തോന്നിയത് കാട്ടാമെന്നല്ല. ഏതാശ്രമത്തിലേക്ക് പോയാലും ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള മനസ്സോട് കൂടിയിട്ട് വേണം. അതായത് അത്ര ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ വിധി നിഷേധങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ലല്ലോ. അതാണപ്പോൾ ഇതിൽ വളരെ നന്നായിട്ട് പറഞ്ഞത് കേട്ടോ. അതായത് നല്ല ഭക്തി ഉണ്ടെങ്കിൽ ഏത് ആശ്രമത്തിലിരുന്നാലും നമുക്ക് മുക്തി കിട്ടാം. അതായത് ഭഗവത് ഭക്തന് എല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ലാത്ത കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ ആവാം. ബ്രഹ്മചര്യത്തിൽ തന്നെ ഇരിക്കാം, ഗൃഹസ്ഥാശ്രമിയാവാം, വാനപ്രസ്ഥാവാം, സന്യാസാവാം. ഗൃഹം വനം ചോപവിശേത് പ്രവ്രജേദ്വാ ദ്വിജോത്തമ ആശ്രമാദാശ്രമം ഗച്ഛേന്നാന്യഥാ മത്പരശ്ചരേത്. ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ വിരോധമൊന്നുമില്ല. എൻ്റെ ആജ്ഞയെ ശിരസ വഹിക്കാൻ മീൻസ് എന്താ, ഭഗവാനെ ധ്യാനിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ സെർവ് ചെയ്യാനാണെങ്കിൽ ഏതാശ്രമത്തിൽ നിന്നും വേറൊരാശ്രമത്തിലേക്ക് പോകാം. അല്ല ഇനി പിന്നെ എന്താണ് അതെ അല്ലാതെ ഇന്ന തരത്തിൽ വേണമെന്നില്ല എന്ന് പറയാണ്. ഇനി ഗൃഹസ്ഥധർമ്മങ്ങളെയാണ് പറയണത്. നമുക്കൊക്കെ ബാധകമായിട്ടുള്ള ഗൃഹസ്ഥധർമ്മങ്ങളാണ് 39 പറയാൻ പോണത് കേട്ടോ. അതെ അതെ ആശ്രമം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതിലല്ലേ, സന്യാസാശ്രമത്തിലേക്ക് പോവാം. അഥവാ ഒരാശ്രമത്തിൽ നിന്ന് ആശ്രമം ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം എന്ന് പറയാണ്. പിന്നെയോ അന്യഥാ എന്ന അതായത് ഒരാശ്രമത്തിലും ഇല്ലാതെ ഒരാശ്രമത്തിൻ്റെയും ധർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ പാടില്ല എന്ന്. ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഇരുന്നിട്ട് ആ ആശ്രമത്തിൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ ഉപാസിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അനാശ്രമി ആവരുതാണ്. ഒരാശ്രമത്തിൻ്റെയും ഒരു നിയമങ്ങളും പിന്നെ അനുഷ്ഠിക്കാണ്ടാണെങ്കിൽ താന്തോന്നിയായി പോകുമല്ലോ. അതാണ് ഭഗവാൻ പറയണത്. ഏതാശ്രമം വേണമെങ്കിൽ സ്വീകരിച്ചോളൂ. അതാത് ആശ്രമത്തിലിരിക്കുമ്പോൾ അതാത് ആശ്രമത്തിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് എല്ലാത്തിൻ്റെയും അവസാനം ഞാനായിരിക്കണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അത്രയേ ഉള്ളൂ. പക്ഷേ അനാശ്രമി ആവരുത്. ഏതാശ്രമമാണെങ്കിലും എന്നിൽ ഭക്തിയോടെ ഇരിക്കണം എന്നാണ് അപ്പോൾ അതിൽ പറഞ്ഞത് കേട്ടോ. ഇനി ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കാര്യങ്ങളാണ് പറയണം കേട്ടോ. ഇനി അത് നമുക്ക് നാളെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്യാം. ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വഹേദ് അജുഗുപ്സിതാം യവീയസിന്ദു വയസാ യാം സവർണാമനുക്രമാത്. എന്താണ് അറിയോ, ഇതൊരു ശ്ലോകം ചെയ്യാം. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഗൃഹാർത്ഥി അതായത് ഗൃഹസ്ഥാശ്രമം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധകൻ സദൃശീം അവനവന് ചേരുന്നതും അജുഗുപ്സിതാം അതായത് കുലം കൊണ്ടും ലക്ഷണം കൊണ്ടൊക്കെ ഇഷ്ടപ്പെടണം. അജുഗുപ്സിതാം തനിക്ക് അനുരൂപയായിട്ടുള്ള സവർണം സ്വന്തം പിന്നെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ജനിച്ചവളും വയസ്സായവീയസിം വയസ്സ് അവനവനേക്കാൾ കുറഞ്ഞവളും ഭാര്യയെ ഉദ്വഹേത് വിവാഹം ചെയ്തു കൊള്ളണം. ഉദ്വാഹം ചാൽ വിവാഹമാണ്. താം തു വേറൊരു സ്ത്രീയെ കാമഭോഗത്തിനായി വിചാരിച്ചാൽ അനുക്രമാത് അതായത് അവനവൻ്റെ ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷത്രിയനോ അതായത് ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ കന്യകളെയും വിവാഹം ചെയ്യാം. അവനവൻ്റെ കമ്മ്യൂണിറ്റിയിൽ അനുരൂപയായ വധുവിനെ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽ നോക്കാം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതാണ് പറയണമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നോക്കട്ടെ.
അതായത് 2 തരത്തിലൊക്കെ വായിച്ചു ഞാൻ. അതായത് ഗൃഹസ്ഥാശ്രമം ആഗ്രഹിക്കുന്ന ഒരു സാധകൻ വയസ്സുകൊണ്ട് തന്നേക്കാൾ താഴെയായതും കുലം കൊണ്ടും ലക്ഷണം കൊണ്ടും ഒക്കെ തനിക്ക് അനുരൂപയായവളും ആയിട്ടുള്ള തൻ്റെ കുലത്തിൻ്റെ പോലുള്ള തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പത്നിയെ, ഒരു വധുവിനെ വിവാഹം ചെയ്യാം. പിന്നെ വേറൊന്ന് പറയണ്ടേ, എന്താ അറിയോ, താം സവർണാമനു ഉദ്വഹേത് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ വല്ലാത്ത ആവേശം ഉള്ള ആളാണെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം, അതായത് സ്വജാതിയിലൊരു വിവാഹം കഴിച്ചതിന് ശേഷം ബാക്കി വർണ്ണങ്ങളിലുള്ളവയെയും വിവാഹം കഴിക്കാം എന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ അതേ അർത്ഥത്തിലെടുക്കാൻ പാടുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എന്തായാലും വാക്കുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയാണ് ഇതിലിപ്പോൾ പറയണത് അല്ലേ. അതായത് എന്താണ്, എല്ലാ വർണ്ണത്തും ദാമ്പത്യം അതായത് നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്കാണ് വെച്ചാൽ ഉചിതമായിട്ടുള്ളൊരു ദാമ്പത്യം അംഗീകരിക്കണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു സ്ത്രീയുടെ കൂടെ സംഭോഗം അല്ലെങ്കിൽ രതി സുഖം അനുഭവിച്ചാൽ പോരാന്നുള്ള ആൾക്കാരെ വിവാഹം ചെയ്ത സ്വന്തം ജാതിയിൽ വിവാഹം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതിലും ആവാം എന്ന് പറയുന്നുണ്ട്. അത് ഈ സ്ത്രീ ഇല്ലാതെ ആയാലായിരിക്കാം. എന്തായാലും ഇതൊരു ഇതിലങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്കത് പറഞ്ഞു പോവാം. അതിനർത്ഥം അത്രേ ഉണ്ടാവുള്ളൂ. ആ സ്ത്രീ എന്തെങ്കിലും കാരണം പോയാൽ നാവാം. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കണം കേട്ടോ. അതായത് കാമാതിശയം കൊണ്ട് കാമതസ്തു യാമുദ്വഹേത് എന്ന് വേറെ ദിക്കിൽ പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രോബബ്ലി അങ്ങനെ ആയിരിക്കണം. എന്തായാലും അത് നമുക്ക് അത് കഴിഞ്ഞ് ഇവിടെ നിർത്താം. അതായത് നമുക്കത് മാത്രം എടുത്താലും മതി. അതായത് സ്വന്തം അവനവൻ അനുരൂപയായിട്ടുള്ള വധുവിനെ വിവാഹം കഴിക്കാം, ഗൃഹസ്ഥാശ്രമം വേണമെന്നുള്ളവരെ. ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വഹേദ അജുഗുപ്സിതാം യവീയസിം തുവയസാ യാം സവർണാമനുക്രമാത്. അനുക്രമാത് അതിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പണ്ടത്തെ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആവാം എന്ന് പറഞ്ഞതായിരിക്കാം. അപ്പോൾ അവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.